നമ്മുടെ ചെറിയ മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ സമയത്ത് നമ്മുടെ മൂത്ത കുട്ടികളുടെ ഉള്ളിൽ ഒരു തോന്നൽ വരും, ഉപ്പാക്കും ഉമ്മാക്കും ഒന്നും മുന്നത്തെ പോലെ എന്നോട് അത്ര സ്നേഹമില്ല എന്നുള്ളത്. ആ സമയത്തായിരിക്കും നമ്മുടെ വീട്ടുകാരോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ഇവരോട് പറയാ, ആ ഇനി നിന്നെ ആർക്കും വേണ്ടി വരില്ല, പണ്ടത്തെ പോലെ ഉപ്പി ഉമ്മിയൊന്നും നിനക്ക് ഒരു സാധനവും വാങ്ങി തരില്ല എന്നൊക്കെ പറയും. ഈ ചെറിയ മനസ്സിന്റെ ഉള്ളിലുണ്ടല്ലോ, അത് വലിയൊരു വിസ്ഫോടനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷമായിട്ട് മാറാൻ തുടങ്ങും. അവരുള്ളിൽ ഇത് നമ്മുടെ ഈ കുഞ്ഞു മക്കളോട് ദേഷ്യം തുടങ്ങും. മെല്ലെ മെല്ലെ അവരെ നുള്ളാനും പിച്ചാനൊക്കെ തുടങ്ങി അവരെ ആക്രമിക്കാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ സിബ്ലിങ്സ് റിവിലറി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ വലിയ കുട്ടിന്റെ ഉള്ളില് വളരെ വലിയ ദേഷ്യമായിട്ട് മാറുകയും ഇവരെ കൊല്ലാൻ വരെയുള്ള ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യും, അതെത്താറുമുണ്ട്. നമ്മൾ മാതാപിതാക്കള് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്താണെന്ന് അറിയോ? ഒന്ന്, ഈ രീതിയിൽ നമ്മളെ മൂത്ത കുട്ടികളോട് നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ളത്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സമയം നമ്മുടെ മൂത്ത കുട്ടിക്ക് നമ്മൾ കൊടുക്കണം. അപ്പൊ എങ്ങനെ ലുലു നമ്മൾ ചെറിയ കുട്ടീനെ നോക്കേണ്ടത്? നമ്മുടെ കുഞ്ഞനിത്യന്മാരെ നമ്മുടെ ഉമ്മാന്റെ സ്ഥാനത്ത് സ്നേഹിക്കണം. ഉമ്മാന്റെ സ്ഥാനത്ത് നമ്മൾ സ്നേഹിക്കണം. അപ്പൊ എല്ലാവരും നമ്മൾ ഫോളോ ചെയ്തോളൂ കേട്ടോ.